ഓ മൈ കടവുളേ. രചന മുകുന്ദനുണ്ണി അമ്പാടി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അമ്മേ, പുറത്തുനിന്ന് വിളിയേട്ട് രാധാമണിയമ്മ വാതിൽ തുറന്നു. വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടുപോയ തന്റെ മകൻ ഇന്ന് തിരിച്ചു വന്നിരിക്കുന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. മോനെ അജു? അതെ അമ്മേ, ഞാൻ തന്നെ. കാൽക്കാശിന് കൊള്ളില്ലെന്ന് എല്ലാവരും പറഞ്ഞ അമ്മയുടെ മോനിന്നൊരു കോടീശ്വരനാ. അടുത്ത ഡയലോഗ് പറയാൻ തിരിഞ്ഞെടുക്കുമ്പോൾ മുഖത്ത് തണുത്ത തലോടൽ. മെല്ലെ കണ്ണു തുറന്നു. എന്താ അമ്മ ഇത്? ഇന്നും സ്വപ്നം മുഴുമിക്ക് മുന്നേ എഴുന്നേൽപ്പിച്ചോ? എണീറ്റ് വേടാ, പോയിട്ട് പാല് വാങ്ങിട്ട് വാ. കണ്ണു തിരുമ്പി എഴുന്നേറ്റ് പല്ലും തേച്ച് പിന്നാമ്പുറത്ത് വായുമുഖം കഴുകുമ്പോൾ പറമ്പിൽ നിന്നൊരനക്കം. തെളിച്ചു നോക്കുമ്പോൾ കായ്ക്കാത്ത മാവിന് പിന്നിൽ നിന്ന് എന്തോ കാര്യമായി കിളച്ചു മറിക്കുന്നു. അച്ഛനെ ഒന്ന് ഏന്തി വലിഞ്ഞു നോക്കിയിട്ട് ഞാൻ അടുക്കളയിൽ കയറി. അമ്മേ, അച്ഛൻ എന്ത് ചെയ്യാൻ ആരും തന്നെ? അമ്മ അടുക്കള വാതിൽ വഴി അച്ഛനെ നോക്കിയിട്ട് പറഞ്ഞു. ഇതാ വരുന്നുണ്ട്, നീ ചോദിക്ക്. കൈയും കാലും കഴുകിക്കൊണ്ട് അച്ഛൻ അടുക്കള കയറിക്കൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞു. രാധേ, ഞാൻ 2 വാഴ വെച്ചു. 24 വർഷം മുമ്പ് നട്ടിരുന്നെങ്കിൽ ഇതിലും ഗുണമുണ്ടായേനെ. അച്ഛൻ അതെനിക്കിട്ടൊന്ന് വെച്ചതാണെന്ന് മനസ്സിലായി. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് 2 കൊല്ലമായി. ഇനിയും ജോലിയൊന്നും ആയില്ല. വേറൊന്നുമില്ല, മടി തന്നെ. പിന്നെ 2 പേപ്പർ കൂടി കിട്ടാനുണ്ട്, സപ്ലി തന്നെ. അതുകൂടെ കഴിഞ്ഞ് നോക്കിയാൽ പോരെന്ന് വിചാരിച്ചു. രാജു, നോക്കി കണ്ട് പാല് വാങ്ങിട്ട് വാടാ. എന്തോ ഓർത്ത് നിൽക്കുന്ന അമ്മേനെ ഉണർത്താൻ എന്നോട് ഒന്നുകൂടെ പറഞ്ഞു. ഞാനൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറി. മുറിയിൽ കയറി ടീഷർട്ട് എടുത്തിട്ട് പാൽ വാങ്ങാൻ നളിനി ചേച്ചിയുടെ വീട്ടിലേക്ക് ചെന്നു. അവിടെ നളിനി ചേച്ചിയെ കെട്ടിച്ചുവിട്ടതിൽ പിന്നെ ആരും പാൽ കൊണ്ടുവരാനില്ല. കറവക്കാരൻ കറന്നു വെക്കുന്ന പാല് നളിനി ചേച്ചിയുടെ അമ്മ ഉമ്മറത്തെടുത്ത് വെക്കാറാണ് ഇപ്പോഴത്തെ പതിവ്. നാട്ടിൻ പുറത്ത് ഇടവഴിയിലൂടെ നടന്ന് നളിനി ചേച്ചിയുടെ വീടിന്റെ ഉമ്മറത്ത് കയറി. ദേവിക്കുഞ്ഞാ, ഞാൻ വന്നു. ആ, പാല് തിണ്ണയിലുണ്ടടാ. നളിനി ചേച്ചിയുടെ അമ്മയാണ് ദേവി. ഞാൻ ദേവിക്കുഞ്ഞാന്ന് വിളിക്കും. എന്നും എന്റെ വിളി കേട്ട് പുറത്തു വരുന്ന ആള് എന്തോ തിരക്കിലാണ്. പാലെടുത്ത് വീട്ടിലേക്ക് മടങ്ങുന്ന വഴി കണ്ടു. വേറെ ആരെയുമല്ല, എന്റെ രേണുക. ജോലിയും കൂലിയില്ലെങ്കിലും പ്രേമം അത് നിർബന്ധമാണല്ലോ. കോളേജിൽ പോകുന്ന വഴിയാത്തിലേക്കാണ് പാവം. ഒന്ന് അനങ്ങി നടക്കാ ചേട്ടാ. ബോഡിയുണ്ടോ കണ്ണി? എന്റെ ബസ് ഇപ്പൊ പോവും. ബസ് പോയാൽ പിന്നെ ഇനി 9 കഴിഞ്ഞ് കിട്ടാൻ. വാ, റോഡ് വരെ ഞാനും വരാം. അജുവേട്ടൻ പത്രം നോക്കിയിരുന്നോ? തൊഴിൽ വീതിയിൽ ഒരുപാട് ഒഴിവുകളുണ്ട്, ഒന്ന് നോക്ക്. ആൾ കയ്യിൽ മടക്കി പിടിച്ച പത്രം അജുവിന്റെ കയ്യിൽ കൊടുത്തു. അയ്യോ, ദേ ബസ് വന്നു, ഞാൻ പോണു. ഇടുങ്ങിയ നാട്ടുവഴിയിൽ നിന്ന് റോഡിലേക്ക് ബസ് കയറാൻ ഓടാനൊരുങ്ങുന്ന അവിടെ കയ്യിൽ മെല്ലെ പിടിച്ചപ്പോൾ കുരുത്തം കെട്ടവള് എന്നെ തള്ളിയിട്ട് പോയി. പ്ലാസ്റ്റിക് കുപ്പി ആയതുകൊണ്ട് കയ്യിൽ പിടിച്ച പാലിനൊന്നും പറ്റിയില്ല. ഓടുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കിയവൾ കിതപ്പോടെ പറഞ്ഞു. കള്ളത്തിനെ കൊണ്ട് ഇങ്ങോട്ട് വരണ്ട, ആദ്യം ജോലിയൊക്കെ ശരിയാക്ക്. ആള് നോക്കി നിരാശയോടെ വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് ഓർത്ത് അമ്മ കാത്തു നിൽക്കുന്നത്. പെട്ടെന്ന് വീട്ടിലേക്ക് ഓടി. അമ്മ അച്ഛന് കട്ടൻ ചായ കൊടുക്കുന്നുണ്ട്. അകത്ത് തീന്മേശക്കുമ്പിലിരുന്ന് 2 എന്നെ നന്നായി നോക്കുന്നുണ്ട്. എടിയേ രാധേ, വാഴ കുറച്ചു പഴുക്കാൻ ഇനി നേരം വേണ്ടാട്ടോ. എന്നാ ഇയാളങ്ങ് പഴുപ്പിച്ച് തിന്ന്. അല്ല പിന്നെ രാവിലെ തുടങ്ങി എന്നെ ട്രോളാൻ. അത് കേട്ട് ചിരിക്കാൻ അമ്മയും. മനസ്സിൽ ആത്മകഥം പറഞ്ഞിട്ട് ഞാൻ നടന്നു. അടുക്കളയിൽ പാല് വെച്ചിട്ട് മെല്ലെ പാത്രം തുറന്ന് നോക്കി. അമ്മ ഇടിയപ്പവും കടലക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമ്മ എടുത്തു തരാൻ കൈ കഴുകി മേശയുടെ മുമ്പിലിരുന്നപ്പോൾ അച്ഛൻ എന്നോടെന്ന പോലെ അമ്മയോട് പറഞ്ഞു. ഇവിടുത്തെ എഞ്ചിനീയർക്ക് പഠിക്കാൻ വേണ്ടി എടുത്ത് എഡ്യൂക്കേഷൻ ലോൺ അടക്കാനുള്ളെങ്കിലും ഉണ്ടാകുമെന്ന് ചോദിക്കാതെ. കഴിഞ്ഞ 1 വർഷമായിട്ട് അച്ഛൻ ഇങ്ങനെയാണ്. ഒരു ജോലി കിട്ടിയത് ശമ്പളം കുറവാണ്, പഠിപ്പിന് ചെയ്യില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കി. പിന്നെ പുറത്തു പോകാൻ വിസ കിട്ടിയപ്പോൾ മടി കാണിച്ച് മുടക്കി. ആ പ്രവൃത്തികൾ അച്ഛനും ഞാൻ തമ്മിൽ അകലം വർദ്ധിപ്പിച്ചു എന്ന് വേണം പറയാൻ. അമ്മ കുറച്ചേരം എന്നെ നോക്കിയിട്ട് അച്ഛനോട് പറഞ്ഞു. നിങ്ങൾ ആ മേശയുടെ മേലെ നോക്ക്, തൊഴിൽ വീതി കണ്ടോ? അവൻ ജോലി നോക്കുന്നുണ്ട്. ആ, അല്ലെങ്കിലും നീ ആരാതെ അവനെ ന്യായീകരിച്ച് മടിയനാക്കുന്നു. എന്റെ രേണു, നീയാ തന്നുകൊണ്ട് അമ്മയ്ക്ക് എന്നെ ന്യായീകരിക്കാൻ എന്തെങ്കിലും കിട്ടി? വീണ്ടും മൂപ്പർ എന്തൊക്കെയോ പറയുന്നുണ്ട്. അച്ഛൻ പറയുന്നത് ശ്രദ്ധിക്കാതെ ചായ കുടിച്ച് മുറിയിൽ കയറി ഫോൺ എടുത്ത് നോക്കി. 2 ദിവസമായി ഓഫർ തീർന്നിട്ട് എങ്ങനെ റീചാർജ് ചെയ്യും? ട്രോള് വായിച്ചിട്ടും സ്റ്റാറ്റസ് ഇട്ടിട്ട് 2 ദിവസമായി. ഡൗൺലോഡ് ചെയ്ത് വെച്ച സിനിമയും കഴിഞ്ഞു. ടിക്ടോക്ക് കയറി വീഡിയോ ചെയ്യാനും പറ്റില്ലല്ലോ. എങ്ങനെയും അമ്മയെ സോപ്പിട്ട് പതപ്പിക്കണം. അച്ഛൻ പോയ തക്ക് നോക്കി അമ്മയുടെ അടുത്ത് പോയി. പുറത്തപ്പുറത്തെ പരദൂഷണ ചേച്ചിയുമായി നല്ല കത്തിയാണ്. അങ്ങോട്ട് പോയ തള്ള ചോദിക്കും, ജോലിക്കാരി എന്തായി അജു എന്ന്. തിരികെ മുറിയിൽ വന്ന് വെറുതെ കുറെ സെൽഫി എടുത്തു. പിന്നെ TV തുറന്നു. ആഹാ, തമന്ന ചേച്ചിയുടെ ഡാൻസ്. അട്ടം മഴട്ടാ. പാട്ട് കേട്ടോണ്ട് ഞാനും എന്റെ രേണുകയിരുന്ന് സ്വപ്നം കാണാൻ തുടങ്ങി. ഇതന്നെ പണി. അമ്മ വന്ന് തലക്കൊരു കൊട്ടി വന്നപ്പോൾ ഒന്ന് ഇളിച്ച് കാണിച്ച അമ്മയെ നോക്കി. തമന്ന് പോയി നയൻ ചേച്ചിയുടെ ഡാൻസ് വന്ന് അറിഞ്ഞില്ല. അമ്മ അടുക്കളയിൽ പോയി. ഞാനും പുറകെ ചെന്ന് ഓരോ സഹായങ്ങൾ ചെയ്തു. ഒടുവിൽ അരിപ്പാത്രത്തിൽ പൂഴ്ത്തി വെച്ച കുഞ്ഞു ബോക്സിൽ നിന്ന് പൈസ എടുത്തുകൊണ്ടുവന്നു. പോയി റീചാർജ് ചെയ്തോ, ഇതിനല്ലേ സഹായങ്ങളൊക്കെ ചെയ്ത്. ആ പിന്നെ ഇനി ഞാൻ തരില്ല കേട്ടോ. സ്ഥിരം ഡയലോഗ് കേട്ട് ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുത്തു. റീചാർജ് ചെയ്ത് വാങ്ങിയിട്ട് അച്ഛൻ വരുന്നേണ്ടതും കുളിച്ച് ഡ്രസ്സ് മാറിയിരുന്നു. എന്താ രാധേ, എഞ്ചിനീയർ എന്ന് കൂട്ടുകാരുടെ ഊര് തണ്ടാൻ പോയില്ലേ? അമ്മ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. ബൈക്കിന്റെ ബ്രേക്ക് കൂട്ടി നന്നാക്കാൻ കൊടുത്തോണ്ട് ഇന്നെങ്ങും പോകാതെ ഈ നേരം എന്നെ അച്ഛൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ കളിയാക്കൽ ഓരോന്ന് സഹിച്ച് നേരമെല്ലാം നിരങ്ങി നീങ്ങി. 7 മണിക്കുള്ള ചായ കുടിക്കുമ്പോഴാണ് പുറത്താരോ വിളിക്കുന്നത് കേട്ടത്. എന്റെ ചേച്ചിയാണെന്ന് അമ്മ പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് പോയതാണ്, ഇടയ്ക്ക് വരും പ്രതീക്ഷിക്കാതെ. അച്ഛൻ പുറത്തേന്ന് നോക്കി അമ്മയെ ഉറക്കി വിളിച്ചു. രാധേ, വേഗം വന്നേ.
ആ വിളിയിൽ എന്തോ ഒരു കുഴപ്പം. ഞാനും അമ്മയും കൂടെ ഇറങ്ങി. ഒരു കഷ്ണം പഴംപൊരി കടിച്ച് ബാക്കി കയ്യിൽ പിടിച്ച് ആ കാഴ്ച കണ്ട് കണ്ണു തള്ളി ഞാൻ നിന്നു. അച്ഛൻ എന്നെ കാര്യമായി നോക്കുന്നുണ്ട്. അമ്മ താടി കൈ കൊടുത്ത് നോക്കുന്നുണ്ട് പുറത്തേക്ക്. എന്താണ് അജു അന്തം വിട്ട് നിൽക്കുന്നത്? താടി കൈ കൊടുത്തുകൊണ്ട് അമ്മ പുറത്തു വന്ന് നിൽക്കുന്ന അതിയോട് ചോദിച്ചു. നീ ആകെ മാറിപ്പോയല്ലോ ശിവൻകുട്ടാ. അമ്മ പറഞ്ഞ സത്യമാണ്. അവല്ലാതെ മാറിപ്പോയി. ഈ നാട്ടിൽ എന്നേക്കാൾ വലിയൊരു വാഴയായിരുന്നു അവൻ. കഴിഞ്ഞ ദിവസം അവന്റെ അച്ഛനോട് അടിയുണ്ടാക്കി പോയതാ. ഇപ്പൊ വീണ്ടും ഇത് തിരിച്ചു വന്നിരിക്കുന്നു. കാറും കൂളിംഗ് ഗ്ലാസും നല്ല ചെത്ത് ഡ്രസ്സൊക്കെ ഇട്ട്. ആരാന്നാ കുരിപ്പിന്റെ വിചാരം? നീ ഇപ്പൊ എവിടുന്നാടാ? ഗെറ്റ് മൊത്തം മാറിയല്ലോ. ഞാനെന്തെങ്കിലും ചോദിക്കേണ്ടതെന്ന് എനിക്ക് ചോദിച്ച് അബദ്ധമായും തോന്നിയ നിമിഷം. എന്തു പറയാനാ, ഒരുപാട് കഷ്ടപ്പെട്ടു. ഇന്ന് ചെന്നൈയിൽ ഒരു ബിസിനസ് തുടങ്ങി. ബിസിനസ് അങ്ങ് ക്ലിക്കായി. ഇപ്പൊ അവിടെ ഒരു ഫ്ലാറ്റ് വാങ്ങി അച്ഛനും അമ്മയും കൂട്ടാൻ വന്നാ. പിന്നെ നീ ആയിരുന്നല്ലോ ഇവിടെ എന്റെ ഫ്രണ്ട്. ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. ശവം കെട്ടിയെടുക്കാൻ കണ്ട നേരം. കയ്യിലെ പഴംപൊരി പെട്ടെന്ന് കടിച്ചു മുറിച്ച് നിന്നുകൊണ്ട് ഞാൻ മനസ്സിൽ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഡയലോഗ് അച്ഛൻ വൈകാതെ തന്നെ വിളമ്പിയത്. കേട്ടോരാതെ മക്കളായ ഇങ്ങനെ വേണം. അത് കേട്ട് അവൻ എന്നെ നോക്കി അളിഞ്ഞൊരു ചിരിവാസാക്കി. അമ്മയും അച്ഛനും അവനെ കാര്യത്തിൽ വീട്ടിലേക്ക് ക്ഷണിച്ച് ചായയും പലഹാരമൊക്കെ കൊടുക്കുന്നുണ്ട്. എനിക്ക് അത്രയ്ക്ക് ദേഷ്യമില്ല. പണ്ട് ഇങ്ങോട്ട് വന്ന് അവനാണ് എന്നെ ചീത്തയാക്കെന്ന് പറഞ്ഞ് അമ്മ വഴക്ക് പറയാറുള്ളതാ അവനെ. കാലം പോയ പോക്കേ. അവനെ ശ്രദ്ധിക്കാതെ ടി വിയിൽ കണ്ണു നട്ടിരിക്കുമ്പോൾ സ്ഥിര അമ്മ ഡയലോഗ്. മോനെ, അജുവിന് പറ്റിയ എന്തെങ്കിലും ജോലി ഉണ്ടോടാ അവിടെ? അവന് സമ്മതമാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ എന്റെ കൂടെ വരട്ടെ. അത് കേട്ട് അമ്മ എന്നെ നോക്കി. കൊച്ചി ടി വിയിൽ ഡോറ് കാണുന്ന എന്നെ നോക്കി അച്ഛൻ പറഞ്ഞു. വേണ്ട മോനെ, ആ ജോലി കഴിവുള്ളവർ ആർക്കെങ്കിലും കൊടുക്ക്. ഇവിടുത്തെ എഞ്ചിനീയർക്ക് അതൊക്കെ കുറച്ചിലാവും. നിറഞ്ഞ പുച്ഛത്തോടെ അച്ഛനെ പറഞ്ഞപ്പോൾ എനിക്ക് മുഖത്തൊരു ഭാവം വന്നില്ല. ഞാൻ ടി വിയിൽ തന്നെ നോക്കി. അച്ഛൻ നിർത്തിയപ്പോൾ അമ്മ തുടങ്ങി. എന്നാലും എന്റെ കുട്ടാ, എനിക്ക് നിന്നെ ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ല. എന്താ ഒരു മാറ്റം അല്ലേ ഏട്ടാ? അമ്മയും അച്ഛനും മാറി മാറി അവനെ പുകഴ്ത്തുമ്പോൾ എന്റെ നെഞ്ചിൽ എന്തോ കുത്തിപ്പറിക്കുന്ന പോലെ അവിടുന്ന് എഴുന്നേറ്റ് ഞാൻ മുറിയിലേക്ക് നടന്നു. ഇന്ന് രാവിലെയും കൂടി കണ്ടതാ ഇതുപോലൊരു സ്വപ്നം. നാട് വിട്ടുപോയി പണക്കാനായി തിരികെ വരുന്നു. അത് നടന്ന ആ മരംകൊത്തി മോറെ ലൈഫിലാണെന്ന് ഓർക്കുമ്പോൾ വിശ്വസിക്കാനും കഴിയുന്നില്ല. അസൂയയും പെരുകുന്നു. എന്തായാലും കുറച്ചേരം അവിടെ ഇരുന്ന് വിരസം വിളമ്പിയിട്ട് അവൻ പോയി. ഞാൻ ചിരിച്ചുകൊണ്ട് കൈവീശി ടാറ്റ കാണിച്ചു. അവന്റെ അമ്മായിയമ്മയുടെ കാറും കൊണ്ട് വന്നിരിക്കുന്നു. അച്ഛൻ മറക്കാതെ വീണ്ടും ഒന്ന് എന്നെ താങ്ങി 2 ഡയലോഗ് പറഞ്ഞിട്ട് അകത്ത് കയറി. ആ വിഷമത്തിൽ അച്ഛൻ വെച്ച മീൻ വറുത്തതും ഞാൻ തന്നെ എടുത്ത് നിന്ന് അസ്സലായി ഭക്ഷണം കഴിച്ച് കിടന്നു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റവും അമ്മ നല്ല തിരക്കാണ്. പതിവ് പോലെ പല്ലും തേച്ച് പാല് വാങ്ങാൻ ഇറങ്ങി. അച്ഛൻ വാഴയ്ക്ക് വെള്ളമൊഴിക്കുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്. രേണുവിന് ക്ലാസ്സില്ല. അവള് മെല്ലെ പോയാൽ മതി. അവൾ അമ്പലത്തിൽ പോകാനെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നെ കാത്തു നിൽക്കും. ദേവി കുഞ്ഞിന്റെ അടുത്ത് നിന്ന് പാല് വാങ്ങി വരുമ്പോൾ എന്നെ കാത്ത് നിൽപ്പുണ്ട് രേണു. ഇവൾ എന്നെ വഴി തെറ്റിക്കും അല്ലേ ദേവി? സാധാരണ ചുരിദാറിട്ട് വരുന്ന പെണ്ണിൽ നിന്ന് അവളിൽ വന്നു കണ്ടിട്ട് അവളെ കടിച്ചിന്നാൻ തോന്നി. അവളുടെ അടുത്തെത്തുമ്പോൾ അവളിൽ നിന്ന് കണ്ണെടുക്കാതെ ഞാൻ നോക്കി നിന്നു. എന്തെങ്കിലും നോക്കുന്നേ? അവൾ പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല. എന്റെ കയ്യിലൊന്നുള്ളിട്ട് അവൾ എന്തായെന്ന് ചോദിച്ചു. എന്താ ഇന്ന് ധാവണി കൊടുത്ത്? ഇന്നെന്റെ പിറന്നാളാ, മറന്നുവല്ലേ? ഇല്ല, മറന്നില്ല, എനിക്കറിയാം. ഹാപ്പി ബർത്ത്ഡേ. സാറ് ഫോണിൽ കളിച്ച് സമയം കളഞ്ഞു. എനിക്ക് പ്രായം കൂടി വരുക. ആലോചന ഓരോ നോക്കി തുടങ്ങി. ആ, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇതെല്ലാം പറയാനുള്ളൂ. ആ, ഇത് പറഞ്ഞിട്ടെങ്കിലും ഒന്ന് നന്നാവാൻ തോന്നിയാലോ. മര്യാദക്ക് ജോലി ശരിയായിക്കോ. നീ പേടിക്കണ്ട, ഞാനില്ലേ. അവസാനം നല്ല ആലോചന ഒന്ന് വീട്ടുകാരെ ഉറപ്പിച്ചാ ഞാനും സമ്മതിക്കും. ജോലിയും കൂലിയില്ലാത്ത നിങ്ങൾ എപ്പോഴും എഴുതി കാത്തിക്കാനാ? നിന്നോട് ഞാൻ പറഞ്ഞോ ജോലിയും കൂലിയില്ലാത്ത എന്നെ പ്രേമിക്കാൻ? ആഹാ, അത് നല്ല കഥ. ഇതേ നല്ല ദിവസമായിട്ട് എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട. ദേഷ്യം കൊണ്ട് പെണ്ണിന്റെ മുഖം ചുവന്നെടുത്തു. നല്ല ചന്തമുണ്ട് കാണാൻ. വീട്ടിലേക്ക് കയറാനുള്ള കുറുക്ക് വഴിയിൽ കയറി. അതൊരു ഇടുങ്ങിയ വഴിയാണ്, ആരും പോവാറില്ല. ഞാൻ അവളെ കയ്യിൽ പിടിച്ച് മെല്ലെ വലിച്ചു. ഇങ്ങോട്ട് വാടി രേണു, ഇത് വാങ്ങിട്ട് പോ. എന്ത്? അവൾ ഇടുക്കിൽ കയറിയതും കുറെ കാലമായി മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ നടത്തി. അവളെ ചേർത്ത് പിടിച്ച് അവളുടെ ചുണ്ടിൽ ചേർത്തൊരു മുത്തം. ആഹാ, അടിപൊളി. അവളെന്റെ കരണം നോക്കിയൊന്ന് തരുന്ന എഴുതി. പക്ഷെ പെണ്ണ് നാണം കൊണ്ട് മുഖം കുത്തി ഓടി. അവൾ ഓടിപ്പോകുമ്പോൾ ഞാൻ അസലി ചിരിയോടെ പറഞ്ഞു, ഇതാണ് കേട്ടോ എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. അവൾ തിരിഞ്ഞോക്കി നിറഞ്ഞ ചിരി നൽകി പോയി. ഞാനും നിർവൃതിയിൽ തിരിഞ്ഞടക്കുമ്പോൾ ദൂരെയായിട്ട് ആരോ നിൽക്കുന്നത് കണ്ടു. അടുത്തെത്തിയത് മുഖം നന്നായി കണ്ടു. അച്ഛൻ. ചമ്മിയെ മുങ്ങുനിച്ച് ഞാൻ നിലത്ത് നോക്കി കടന്നു. അച്ഛനൊന്നും മിണ്ടാതെ എന്നെ കടന്നുപോയി. ചിലപ്പോൾ കടയിലേക്ക് പോകാൻ അച്ഛൻ ഈ വഴിയെ വരുമെന്ന് ഞാൻ ഓർത്തില്ല. പക്ഷെ ഞാൻ വീട്ടിലെത്തി ഒരു ചായക്ക് കുടിച്ച് കുറച്ചു നേരം കഴിഞ്ഞ് അച്ഛൻ ഇറങ്ങാറുള്ളൂ. ഇന്നിത്ര നേരത്തെ എന്താണാവോ? എന്തായാലും എന്റെ കാര്യത്തിൽ തീരുമാനമായി. വീട്ടിലെത്തി അമ്മയോടൊന്നും മിണ്ടാതെ ഞാൻ മുറിയിൽ കയറി. ചായ കുടിക്കണമെന്നുണ്ട്, നല്ല വിശപ്പ്. പക്ഷെ ഇറങ്ങില്ല. ഇനി അച്ഛൻ വന്ന് 2 തെറിയടിയും കിട്ടണം. അല്ലെങ്കിൽ എന്താ ഉണ്ടാകുന്നെങ്കിലും അറിയണ്ടേ. ഒരു സമാധാനമില്ല. കുറച്ചു നേരം വെറുതെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നെ കട്ടിലിരുന്നു. സമയം നിരങ്ങി നീങ്ങവേ അച്ഛന്റെ ശബ്ദം പുറത്ത് കേൾക്കാം. അമ്മയെ വിളിച്ചുകൊണ്ട് അച്ഛൻ അകത്തേക്ക് കയറി. നിന്റെ മോനെന്തേടി? ആ മുറിയിലുണ്ട്. അവനോട് പറ, ചില കാര്യങ്ങളിലൊക്കെയുള്ള ആവേശം ഒരു ജോലി ഉണ്ടാക്കാനും വേണമെന്ന്. ഇല്ലെങ്കിൽ കാത്തു വെക്കുന്ന കസ്തൂരി മാമ്പഴം വേറെ നല്ല ചെക്കന്മാര് കൊത്തിക്കൊണ്ടു പോകുന്നു. അമ്മ ഒന്നും മനസ്സിലാവാതെ വായും പൊളിച്ച് നോക്കി നിൽക്കുന്നുണ്ട്. ഞാൻ ചമ്മിനാറി മുറിയിൽ തന്നെ ഇരുന്നു. അച്ഛന് മുമ്പിൽ പെടാതെ ഓരോ നാൾ മുന്നോട്ട് പോയി തുടങ്ങി. വൈകിട്ട് രേണുവിനെ കാണാൻ റോഡിലേക്ക് ഇറങ്ങി.
അവൾ ബസ് ഇറങ്ങി വരുന്ന കണ്ട് ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾ അല്പം ഗൗരവത്തിലാണ്. ഇന്ന് രാവിലെ നിന്നെ കണ്ടില്ലല്ലോ. ഞാൻ കാത്തിരുന്നു. ഇന്ന് അജയേട്ടനാ വൈകിയത്. അതിനാണോ നിന്റെ മോൻ കടന്നുകുത്തിയ പോലെ? അവൾ വളരെ വേഗത്തിൽ ഓരോ ചൂടുകളും വെച്ചു. അതായത് നടത്തിയത് നല്ല സ്പീഡായിരുന്നു. എന്തിനാ ഇത്ര വേഗത്തിൽ പോകുന്നു? നടവഴി കയറിയതും അവളൊന്ന് ഇന്ന് ചുറ്റും നോക്കി. ആരിൽ നിന്ന് കണ്ടപ്പോൾ എന്നോടായി നിറഞ്ഞ ദേഷ്യത്തിൽ ചോദിച്ചു, എത്ര തവണ എന്ന് വെച്ചാൽ ഞാൻ പറയണ്ട്, മടുത്തു. ഏതെങ്കിലും ജോലിക്ക് ശ്രമിച്ച് നോക്കിയിട്ടുണ്ടോ ഇന്നുവരെ? രേണു, അത് വില കുറഞ്ഞ ന്യായനിരത്തി വീണ്ടും കഷ്ടപ്പെടേണ്ട. എന്റെ രേണു, ഞാൻ നോക്കുന്നുണ്ട്, മനഃപൂർവ്വമല്ല. മനസ്സിനേറുന്ന ജോലി ഇട്ടാനല്ലേ. എനിക്ക് ആലോചന ഓരോന്ന് വരാൻ തുടങ്ങി എത്ര ദിവസമായി പറയുന്നു. ഇന്നലെ വൈകിട്ടൊരു കൂട്ടർ വന്നു, ഏതാണ്ട് ഉറപ്പിച്ച മട്ട. രാവിലെ കാണുമ്പോൾ പറയാന്ന് വിചാരിച്ചു. അപ്പോഴാണെങ്കിൽ ആളെ കാണാനില്ല. അയ്യോ, അത് കഷ്ടമായില്ലേ രേണു. മതി, അഭിനയിക്കേണ്ട. പറഞ്ഞു മടുത്തു. ഞാൻ എന്താ ചെയ്യാ? രേണുക നിറഞ്ഞ കണ്ണുകളോടെ പോകുമ്പോൾ അജയുടെ കയ്യിൽ പിടിച്ചു. രേണു, നീ കുറച്ചുനാൾ കൂടി പിടിച്ചേക്ക്, ഞാനൊരു വഴി ഉണ്ടാക്കണം. ഇല്ലേ രേണുവിനെ പിന്നെ ആരും കാണില്ല. ആരും. ആൾക്കായി ബലത്തിൽ വിടിവെച്ച് പോകുമ്പോൾ എന്തോ മനസ്സിൽ വല്ലാത്തൊരു നീറ്റൽ. വീട്ടിൽ ചെന്നപ്പോൾ അച്ഛൻ ഉമ്മറത്തിരിക്കുന്നുണ്ട്, അരികിൽ അമ്മയും. എന്തോ കാര്യമായി സംസാരിക്കുന്നുണ്ട് രണ്ടാളും. അജു, ഒന്നിക്ക്. അകത്തേക്ക് കയറാവരിക്കും എന്നെ അച്ഛൻ പിന്നിൽ നിന്ന് വിളിച്ചു. ആ വിളിയിൽ നല്ല ഗൗരവം നിറഞ്ഞിരുന്നു. ഇന്നെല്ലാവരും നല്ല ഗൗരവമാണല്ലോ ദേവി. ഞാൻ നന്നാവാൻ പോകുന്ന ലക്ഷണം തന്നെ. അച്ഛൻ അഭിമുഖം നിന്നിട്ട് ഞാൻ തലകുനിച്ചു. അച്ഛൻ എഴുന്നേറ്റ് എന്റെ മുമ്പിൽ നിന്നു. നാളെ നീ എന്റെ കൂടെ ഒരിടം വരെ വരണം. രാവിലെ 7 മണിക്ക് ഒരുങ്ങി നിൽക്കണം, മറക്കരുത്. ബൈക്കിൽ പോവാം. ഞാൻ അതിന്റെ ബ്രേക്കൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് മൂളിയിട്ട് തലയാട്ടി അകത്ത് കയറി. എങ്ങോട്ട് പോകാനാണെന്ന് അറിയില്ല. ശിവൻ പോകുമ്പോൾ അമ്മ കൊടുത്ത വിസിറ്റിംഗ് കാർഡ് എടുത്ത് അവന്റെ നമ്പർ ഞാൻ നോക്കി. പക്ഷെ അവനെ വിളിക്കാനൊരു മടി. കാർഡ് തിരികെ വെച്ചിട്ട് വീണ്ടും വെറുതെ ഇരുന്നു. ഇനി രേണുവിന്റെ വീട്ടിലേക്ക് പെണ്ണ് ചോദിക്കാനാണോ പോകുന്നത്? 8 മണിക്കൊക്കെ പെണ്ണ് ചോദിക്കാനോ? വേറെന്തോ ആണ്. അവൻ ആലോചനകളിൽ മുഴുകിയിരുന്നു. രാവിലെ 8 മണിയാവാൻ വേണ്ടി. രേണുവിന്റെ മുഖം തന്നെയായിരുന്നു മനസ്സിലാദ്യമായി അവിടെ കണ്ണുകൾ നിറഞ്ഞേ കണ്ടത്. എല്ലാം പരിഹരിക്കുന്ന സ്വപ്നം കണ്ടുറങ്ങി. രാവിലെ അമ്മ നേരത്തെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് മാറ്റി. അച്ഛനോടൊപ്പം ഇറങ്ങുമ്പോൾ ആദ്യമായി സ്കൂളിൽ പോകുന്നതാണ് ഓർമ്മ വന്നത്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.